അടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അട ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നമുക്കിന്ന് അടയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടയ്ക്കുള്ള മാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം നമ്മൾ തിളക്കാൻ 2 സെക്കൻഡ് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. നല്ലപോലെ ഇളക്കി എല്ലായിടത്തും അതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടണം മാവ്. ഇനി നമ്മളുടെ ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം, കാരണം ഇത് നല്ലപോലെ കുഴച്ചെടുക്കണമല്ലോ. അതിനായിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഈ ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കുഴക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചൂടോടെ കുറച്ച് കൈ പൊള്ളുമെങ്കിലും നമ്മൾ മെല്ലെ മെല്ലെ അതൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ട് വാഴയില വേണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെ പൊടിച്ചത് ഈ ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയും 3 അച്ച് ശർക്കരയാണ് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ പത്തിരി പ്രസ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങയും ശർക്കരയും വെച്ച് ഇല അടച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ എല്ലാ ഭാഗവും ഇങ്ങനെ ക്ലോസ് ആയി കിട്ടും. ഇനി അതുപോലെ നമുക്ക് എല്ലാ മാവും ചെയ്തെടുക്കാം.
പ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ അട വേവിച്ചെടുക്കാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അട വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളെ അട നേരത്തെ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അട വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നല്ലപോലെ ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ അടയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ് ഇലയട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.